So next is non-budgetary control technique in the last part ആണ്, that is program evaluation and review technique or PERT. Okay, so ഇതൊരു project management അല്ലെങ്കിൽ control tool ആണ്. Okay, management control tool ആണ്. So ഇതിൽ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ടൈമും അതുപോലെ ആക്ടിവിറ്റീസ് ആണ്. ഓരോ ഇവൻ്റ് അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം. Okay, so a time event network analysis system in which various events in a program or a project are identified with a planned time. സോ അതിന് ഒരു ക്രിട്ടിക്കൽ പാത്ത് വേണം. ഓക്കെ, സോ ക്രിട്ടിക്കൽ പാത്ത് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സീക്വൻസ് ആണ്. ഓക്കെ, ആദ്യം ഏത് വർക്കാണ്, അത് കഴിഞ്ഞിട്ട് ഏത് വർക്കാണ്, അല്ലെങ്കിൽ അതിന് പാരലായിട്ട് നമ്മൾ ഏത് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ ഫീൽഡ് ആണെങ്കിൽ ആദ്യം എക്സ്കവേഷൻ, ഓക്കെ, ഫോളോഡ് ബൈ ലെവലിംഗ്, അത് കഴിഞ്ഞിട്ട് ഷട്ടറിങ്, അങ്ങനെ റീൻഫോഴ്സ്മെൻറ്റ്, കോൺക്രീറ്റിംഗ്. അപ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസിലായിരിക്കും വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ആ ഒരു സീക്വൻസും അതേപോലെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്, ഓക്കെ, അതായത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ആ ഒരു സീക്വൻസിനെയാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അഗെയിൻ എസ്റ്റിമേഷൻ ഓഫ് ആക്ടിവിറ്റി ടൈം. ഇപ്പോൾ ഈ ഓരോ ആക്ടിവിറ്റീസും എടുക്കുന്ന ടൈം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിന് ഇപ്പോൾ ഈ കുറേ അൺസർട്ടണിറ്റീസ് ഉണ്ടാകും. കാരണം നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് കംപ്ലീഷന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാത്ത ഒബ്സ്റ്റക്കിൾസ് വരും, അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഡിസ്റ്റർബൻസസോ ഡിഫിക്കൽട്ടീസോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഓരോ ആക്ടിവിറ്റിയുടെ എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് PERT. അപ്പോൾ അതിൽ 3 ടൈം എസ്റ്റിമേറ്റ്സ് ആണ് എടുക്കുന്നത്. ഫസ്റ്റ് ഇസ് ഒപ്റ്റിമിസ്റ്റിക് ടൈം. ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് വെച്ചാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം, നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഷോർട്ടസ്റ്റ് ടൈമാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം. ഓക്കെ, ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താ, എവറിത്തിങ് ഗോസ് വെൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാം കറക്റ്റായിട്ടോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടോ പോയി കഴിഞ്ഞാൽ എടുക്കുന്ന ഷോർട്ടസ്റ്റ് ടൈം. നെക്സ്റ്റ് ഇസ് മോസ്റ്റ് ലൈക്ലി ടൈം. മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി എക്സ്പെക്റ്റഡ്, അതായത് ആ പ്രോജക്റ്റ് നോർമൽ ടൈം, അതായത് അതിൽ നോർമലി ഉണ്ടാകുന്ന ഒരു വർക്കാകുമ്പോൾ അതിൽ നോർമലി കുറേ ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള നോർമലി എക്സ്പെക്റ്റഡ് ടൈമാണ് മോസ്റ്റ് ലൈക്ലി ടൈം. അഗെയിൻ പെസിമിസ്റ്റിക് ടൈം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസസോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസോ ആ പ്രോജക്റ്റിന് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ അതൊരു നമുക്കൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ടൈം കൂടിയാണ്. അപ്പോൾ അങ്ങനെ, അതായത് ഒരു മാക്സിമം ടൈം എടുക്കും. ആ ഒരു ലോങ്ങസ്റ്റ് ടൈമിനെയാണ് പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ വെൻ നത്തിങ് ഗോസ് റൈറ്റ്. അപ്പം അതാണ് എക്സ്പെക്റ്റഡ് ടൈം. ഇതിൽ നിന്ന് ഈ 3 ടൈം എസ്റ്റിമേറ്റ്സിൽ നിന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതായത് എസ്റ്റിമേറ്റഡ് ടൈം ഇസ് ഈക്വൽ ടു ഒപ്റ്റിമിസ്റ്റിക് ടൈം പ്ലസ് 4 ടൈംസ് മോസ്റ്റ് ലൈക്ലി ടൈം പ്ലസ് പെസിമിസ്റ്റിക് ടൈം ഡിവൈഡഡ് ബൈ 6. ഓക്കെ, സോ ഇങ്ങനെയാണ് എക്സ്പെക്റ്റഡ് ടൈം. ഇപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അഗെയിൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ നമ്മളപ്പോൾ ഒരു കംപ്ലീറ്റ് പ്ലാനിങ് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഓരോ സീക്വൻസ് ഫസ്റ്റ് ഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആ ഒരു കംപ്ലീറ്റ് പ്ലാനിങ് അവിടെ കഴിയും. അതേപോലെ അതായത് ടോപ്പ് ടു ബോട്ടം പ്ലാനിങ്. ഓക്കെ, പ്രൊജക്റ്റിൻ്റെ ടോപ്പ് ടു ബോട്ടം പ്ലാനിങ് ചെയ്യും. ഇറ്റ് കോൺസെൻട്രേറ്റ് അറ്റൻഷൻ ഓൺ ക്രിട്ടിക്കൽ എലമെൻറ്റ്സ്, അതായത് നമ്മൾ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് മേക്സ് പോസിബിൾ എ കൈൻഡ് ഓഫ് ഫോർവേഡ് ലുക്കിംഗ്, ഒരു ഫ്യൂച്ചർ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ഒരു അപ്രോച്ചാണ് ഇവിടെ നടത്തുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഏറ്റവും മാക്സിമം ടൈമും ഷോർട്ടസ്റ്റ് ടൈമും എല്ലാം കണക്കിലെടുത്തിട്ടാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് എനേബിൾസ് മാനേജേഴ്സ് ടു എയിം റിപ്പോർട്ട്സ് ആൻഡ് പ്രഷർ ഫോർ ആക്ഷൻ ഫോർ ദി റൈറ്റ് സ്പോട്ട് റൈറ്റ് ടൈം. ഓക്കെ, എല്ലാം റൈറ്റ് ടൈമിൽ ആ ഒരു വർക്ക് പ്രഷർ കാരണം ആ ഒരു ടൈമിൽ, ഓക്കെ, അതായത് ആ ടൈമിൽ റിപ്പോർട്ട്സൊക്കെ കറക്റ്റ് ടൈമിൽ അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അഗെയിൻ ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണെങ്കിൽ, ഓക്കെ, സോ ഇതൊരു കോർപ്പറേറ്റ് പ്രോഗ്രാം ആകാം, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ, അത് എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, സോ അതിൽ എന്ത് പ്രോജക്റ്റ് വേണമെങ്കിലും ആകാം. അപ്പോൾ അതിൽ പ്രോസസ്സ് ഡിഫൈൻഡ് ആണെങ്കിൽ നമുക്ക് ഈ PERT അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അൺസർട്ടൺ ആണെങ്കിൽ അത് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല പ്രോപ്പറായിട്ട്. സോ അതൊരു ലിമിറ്റേഷനാണ്. സെക്കൻഡ് വൺ, ഇത് ടൈമിന് മാത്രമേ, അതായത് കോസ്റ്റ് നോക്കുന്നില്ല, ടൈം മാത്രമാണ് മാനേജ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഡസ് നോട്ട് ഫോക്കസ് ഓൺ കോസ്റ്റ്. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ്. ഓക്കെ, സോ ഇതോടെ നോൺ ബഡ്ജറ്ററി കൺട്രോൾ ടെക്നിക്സ് കഴിയാണ്.
ആൻഡ് നെക്സ്റ്റ് ഇസ് ഓവറോൾ കൺട്രോൾസ് ആൻഡ് പ്രിവെൻറ്റീവ് കൺട്രോൾ. ഓക്കെ, ഓവറോൾ കൺട്രോൾ എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ കൺട്രോൾ. ഓക്കെ, അതായത് ആ പെർഫോമൻസിൻ്റെ ഓവറോൾ കൺട്രോളിനെയാണ് ഓവറോൾ കൺട്രോൾസ് എന്ന് പറയുന്നത്. അഗെയിൻ പ്രിവെൻറ്റീവ് കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സപ്പോസ് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള മാനേജേഴ്സിനെയും സബോർഡിനേറ്റ്സിനെയും ആ ഒരു കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എറേഴ്സ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ അതായത് അവിടെ അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു അതായത് അവരുടെ പെർഫോമൻസ് എപ്പോഴും ഹൈ പെർഫോമൻസ് ആയിരിക്കും. നമ്മൾ പ്ലാൻ ചെയ്ത പെർഫോമൻസിൽ തന്നെ ആയിരിക്കും നിൽക്കുക. അതായത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള മാനേജേഴ്സും സബോർഡിനേറ്റ്സും ആണെങ്കിൽ അപ്പോൾ അവിടെ കൺട്രോൾ ചെയ്യേണ്ട നമ്മൾ ഡയറക്റ്റ് കൺട്രോൾ അധികം ചെയ്യേണ്ടി വരില്ല. കാരണം പെർഫോമൻസ് മീറ്റ് ചെയ്യുന്നുണ്ട് ആ സ്റ്റാൻഡേർഡിന്. ഓക്കെ, സോ അങ്ങനെയുള്ള കൺട്രോളിനെയാണ് പ്രിവെൻറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് കൺട്രോൾ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഡയറക്റ്റ് കൺട്രോൾ അധികം ആവശ്യമില്ലാത്ത ഒരു കൺട്രോൾ സിസ്റ്റം. സോ അതാണ് പ്രിവെൻറ്റീവ് കൺട്രോൾസ്. ഓക്കെ, സോ ഓവറോൾ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാവ് ബീൻ ഡെവലപ്പ് ഫോർ മെഷറിംഗ് ദി ഓവറോൾ പെർഫോമൻസ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓവറോൾ പ്ലാനിങ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞായിരുന്നു. അതായത് ഓർഗനൈസേഷൻ ആസ് എ ഹോൾ ആയിട്ടുള്ള പ്ലാനിങ് ആണ്. അതേപോലെ തന്നെ ഇവിടെയും കൺട്രോൾ ആസ് എ ഹോൾ ഓർഗനൈസേഷൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കൺട്രോളിങ്ങിനെയാണ് ഓവറോൾ കൺട്രോളിങ് എന്ന് പറയുന്നത്. സോ ഡീസെൻട്രലൈസേഷൻ ക്രിയേറ്റ് സെമി ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ്. ഓക്കെ, അപ്പം നമുക്ക് അറിയാം കുറേ സെമി ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ ആ കംപ്ലീറ്റ് ഓർഗനൈസേഷനെ തിരിക്കുന്നുണ്ട്. അഗെയിൻ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും അതിന് ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ദേ ആർ സെമി ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ്. ഓക്കെ, അഗെയിൻ ഈ ഓരോ ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സിൽ നിന്നും ഒരു പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ ആ കമ്പനിയെ നമുക്ക് ഓവറോൾ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് പെർമിറ്റ്സ് ദ മെഷർമെൻറ്റ് ഓഫ് എൻ ഇൻറ്റഗ്രേറ്റഡ് ഏരിയ. ഒരു കംപ്ലീറ്റ്ലി അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഒരു മെഷർമെൻറ്റ് ഓവറോൾ പെർഫോമൻസ് മെഷർമെൻറ്റ് പെർമിറ്റ് ചെയ്യും. ഓക്കെ, അഗെയിൻ അതിൽ ഫസ്റ്റ് ഓവറോൾ കൺട്രോളിൻ്റെ ആദ്യത്തെ എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ കൺട്രോളാണ്. സോ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനിലും വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ കൺട്രോളാണ്. അതിൻ്റെ ഫൈനാൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് എ ബൈൻഡിങ് ഫോഴ്സ്. അതായത് ടോട്ടൽ എക്സ്പെൻസസ് എത്രയാണെന്ന് നമുക്ക് ആ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ കൂടെ അല്ലെങ്കിൽ കൺട്രോളിങ്ങിൽ കൂടെ മനസ്സിലാക്കാം. ഓക്കെ, സോ എ മാനേജർ മസ്റ്റ് ഹാവ് എ വേ ഓഫ് നോയിങ് വാട്ട് ഗോൾ അച്ചീവ്മെൻറ്റ് ഹാസ് കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് റിസോഴ്സസ്. ഇറ്റ് ഹാസ് ടു ബി ടൈലേർഡ് ടു സ്പെസിഫിക്. അപ്പോൾ എൻ്റർപ്രൈസിൻ്റെ നീഡ് അനുസരിച്ച് സ്യൂട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഓക്കെ പ്ലാൻഡ് കോസ്റ്റിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻ വരികയാണെങ്കിൽ ഓക്കെ എന്താണ് ആ ഡീവിയേഷൻ വരാനുള്ള റീസൺസ്? അതപ്പോൾ പുവർ പ്ലാനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ എംപ്ലോയീസ് വെൽ ട്രെയിൻഡ് ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും നോൺ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാരണമായിരിക്കും. അപ്പോൾ ഇത് ഏത് എന്താണ് റീസൺ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഇതാണ് ഫൈനാൻഷ്യൽ കൺട്രോൾ. നെക്സ്റ്റ് ഇസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൺട്രോൾ. പ്രോഫിറ്റ് ആൻഡ് ലോസ് കൺട്രോൾ എന്ന് വെച്ചാൽ നമുക്കിപ്പം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ഓക്കെ, പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പ്രോഫിറ്റ് മെഷർ ചെയ്യാൻ നേരത്ത് നമുക്ക് കമ്പനി സക്സസ് ആണോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഷോസ് ദി റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് ഫോർ എ ഗിവൺ പീരീഡ്. സോ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, സോ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. സോ ഇതിന് ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ പറയുകയാണ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് പ്രോജക്റ്റ് നമുക്കൊരു പ്രോഫിറ്റ് കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് മെഷർ ചെയ്യണം. ഓക്കെ, സോ അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൺട്രോൾ. സോ ഇറ്റ് ഈസ് ദ സമ്മറി ഓഫ് റിസൾട്ട്സ് ഓഫ് ഓൾ ദി ബിസിനസ് ഓപ്പറേഷൻസ്. അതായത് ആ കമ്പനിയുടെ ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നുമുള്ള പ്രോഫിറ്റ് ആക്ച്വൽ കമ്പനിയുടെ പ്രോഫിറ്റിന് അല്ലെങ്കിൽ ഓവറോൾ കമ്പനിയുടെ പ്രോഫിറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ കോസ്റ്റും ടൈമും, അതായത് പ്രോഫിറ്റും ലോസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റും ടൈമൊക്കെ ഹൈ ആയിരിക്കും. ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ. ഓക്കെ, കാരണം ഈ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്യുകയാണ്, എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നേരത്ത് അതായത് ഓരോ ഡ്യൂപ്ലിക്കേഷൻ റെക്കോർഡ്സ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഡിഫിക്കൽട്ട് ടു അലോക്കേറ്റ് മെനി ഓവർഹെഡ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഓരോ ഫിക്സ്ഡ് കോസ്റ്റ് ആയിരിക്കും. സോ അത് അലോക്കേറ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ഉണ്ടാവും. നെക്സ്റ്റ് ഇസ് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കൺട്രോൾ. ഓക്കെ, അതായത് നമ്മൾ എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ആണോ കൊടുത്തത്, ഓക്കെ ആ പ്രോജക്റ്റ് കഴിയാൻ നേരത്ത് കമ്പനിക്ക് കിട്ടുന്ന റിട്ടേൺ. ഓക്കെ, സോ അത് മെഷർ ചെയ്യുന്നത്, അത് സ്റ്റാൻഡേർഡായിട്ട് വെക്കുന്നതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കൺട്രോൾ എന്ന് പറയുന്നത്. സോ റിലേറ്റീവ് സക്സസ്, നമ്മൾ പ്രോഫിറ്റ് കൺട്രോൾ പറഞ്ഞ പോലെ തന്നെ ഇതും ഓർഗനൈസേഷൻ്റെ റിലേറ്റീവ് സക്സസ് ആണ് കാണിക്കുന്നത്. ഇറ്റ് റെക്കഗ്നൈസസ് ദ ഫണ്ടമെൻ്റൽ ഫാക്ട് ദാറ്റ് ഇവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഫാക്ടറായിട്ട് എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ടിങ് ഫോംസ്. നമുക്കറിയാം എല്ലാ കമ്പനിയിലും ഓഡിറ്റിംഗ് നടക്കും. ഈ ഓഡിറ്റിംഗ് നടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലും അത് നടക്കുന്നത്
ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോരായ്മകൾ പോയിൻ്റ് ഔട്ട് ചെയ്യുക.